إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയും. അനുഗ്രഹീതമായ ഒരു മാസം നമ്മളിലേക്ക് ഒരു വിളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭം കഴിഞ്ഞ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിലെ നമ്മുടെ സമയക്രമീകരണവും അതിൽ നമുക്ക് വാരിക്കൂട്ടാനുള്ള സൽക്കർമ്മങ്ങളെ പറ്റിയുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ പരിശുദ്ധ റമദാനിൽ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട ധാരാളം കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തഖ്വ എന്നത്, സൂക്ഷ്മതാബോധം എന്നത്.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനം നമുക്കെല്ലാം സുപരിചിതമായി നമ്മൾ കേൾക്കാറുള്ള ആയത്ത്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ആ ആയത്തിൽ നോമ്പ് കൊണ്ട് റമദാനിലെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കുമേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കും നമസ്കാരവും നോമ്പും ഒക്കെ അവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. എന്നാൽ അതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ നോമ്പാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചിരുന്നു. എന്നാൽ ഈ ആയത്തിന്റെ അവസാനത്തിൽ നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലാഹു പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, സൂക്ഷ്മതാബോധമുള്ളവരാകാൻ വേണ്ടിയാണ് റമദാനിലെ നോമ്പ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കപ്പെടണമെന്നാണ്. തഖ്വയുടെ നിർവചനങ്ങൾ പണ്ഡിതന്മാർ പല നിർവചനങ്ങളും പല ഡെഫിനിഷനുകളും പണ്ഡിതന്മാർ കൊടുത്തത് കാണാൻ സാധിക്കും. അത്തഖ്വ ഹിയ അൻ തജഅല ബൈനക വ ബൈന മഹാരിമില്ലാഹി ഹാജിസൻ, നിന്റെയും അല്ലാഹുവിനുമിടയിൽ, അല്ലാഹു നിഷിദ്ധമാക്കിയതിനും ഇടയിൽ ഒരു മറ സ്വീകരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വക്ക് കൊടുത്ത അദ്ദേഹം 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവനെ തഖ്വ കൈവരിച്ചു. 4 കാര്യങ്ങളാണ് അദ്ദേഹം എണ്ണിയത്. അൽ ഖൗഫു മിനൽ ജലീൽ, റഹ്മാനായ റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുക എന്നാണ് അതിന്റെ ഒരു ഭാഗം. ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു ഇറക്കിയ പ്രമാണങ്ങൾ കൊണ്ട് അമലുകൾ പ്രവർത്തിക്കുക, പരമാവധി പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നാണ്. മൂന്നാമത് അദ്ദേഹം എണ്ണിയത് വരിദാ ബിൽ ഖലീൽ, അള്ളാഹു നൽകിയത് കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെടുക, മനസ്സംതൃപ്തിയോടുകൂടെ മുന്നോട്ട് പോവുക എന്നതാണ്. നാലാമത് അദ്ദേഹം എണ്ണിയത് വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം, മരണത്തിനു വേണ്ടി ഒരുങ്ങുക. ഈ 4ഉം ചേരുമ്പോഴാണ് തഖ്വ, സൂക്ഷ്മതാബോധം. ഇതിനു വ്യത്യസ്തമായി പല നിലക്കുള്ള നിർവചനങ്ങൾ, തഅരീഫുകൾ പണ്ഡിതന്മാർ തഖ്വക്ക് നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തഖ്വ തന്നെയാണ്. നിഷിദ്ധമായ കാര്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്, ഒരു പൈശാചികമായ പ്രേരണയാണ് പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് എത്തിപ്പെടുന്നത്. എന്നാൽ ആ പിശാചിനെ അല്ലാഹു ഇവിടെ ഈ മാസത്തിൽ കെട്ടിയിട്ടത് നമുക്ക് നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിനാൽ ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായും പറിച്ചു മാറ്റി തഖ്വ നേടിയെടുക്കാനുള്ള പരിശ്രമിക്കുകയാണ് ഈ പുണ്യ റമദാനിൽ നമുക്ക് പ്രധാനമായും നേടിയെടുക്കേണ്ട കാര്യം. ഇവിടെ നമുക്കറിയാം, അറബിയിൽ റമദാൻ എന്ന പദം വിശദീകരിക്കുന്നിടത്ത് ഭാഷാ പണ്ഡിതന്മാർ റമദാൻ എന്ന പദത്തിൽ നിന്നാണ് റമദാൻ രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. റമദാൻ എന്ന് പറഞ്ഞാൽ ചൂടുകാലം. ആ ചൂടുകാലം കഴിഞ്ഞ് ഭൂമിയിൽ പെയ്തിറങ്ങുന്ന വർഷക്കാലത്തെ ആദ്യത്തെ മഴയാണ് റമദാൻ എന്ന് പറയുന്നത്. പൊടിപടലങ്ങൾ അടങ്ങുന്നു, മാലിന്യങ്ങൾ, ആ വൃത്തികേടുകളെല്ലാം ശുദ്ധീകരിക്കുന്നു ആ മഴയിലൂടെ. അതേപോലെ 11 മാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച സകല പാപക്കറകളെയും കഴുകിക്കളയുന്ന ഒരു മഴവർഷമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പോയിന്റ്, പ്രിയമുള്ള സഹോദരങ്ങൾ, ഒന്ന് തഖ്വയാണ് നേടിയെടുക്കേണ്ടതെങ്കിൽ പാപമോചനത്തിന്റെ മാസമാണ് റമദാനിൽ. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം ചോദിച്ച അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു വാചകം കാണാം. റമദാനിൽ നന്നാകാത്തവൻ അവൻ എന്നു നന്നാകാനാണ്. ഒരു ചെറിയ വാചകമാണ്. റമദാൻ എത്തിയിട്ടും നന്നാകാത്തവൻ അവൻ എപ്പോഴാണ് നന്നാവുക എന്ന്. അതുകൊണ്ട് പാപമോചനത്തിന്റെ അനിർവചനീയമായ അവസരങ്ങളുമായാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, നമ്മൾ
നമ്മളിലേക്ക് റമദാൻ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ കടന്നു വന്നിട്ടും ഇന്നലകളിൽ സംഭവിച്ചുപോയ പാപക്കറകൾ മായ്ക്കപ്പെടാത്തവനെ പറ്റി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ 3 ദുആ അല്ലെ, പ്രവാചകൻ ആമീൻ പറയുന്നത് മാത്രമാണ് സഹാബികൾ കേട്ടത്. പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം അതാനി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു, 3 പ്രാർത്ഥനകൾ നടത്തി. അതിലൊരു പ്രാർത്ഥന എന്താ? മൻ അദ്റക ശഹ്റ റമദാൻ, പരിശുദ്ധ റമദാൻ വന്നു കിട്ടിയിട്ടും അതിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ഫലം യുഗ്ഫർ ലഹു, പാപങ്ങൾ ഒരുത്തന്റെ പൊറുക്കപ്പെട്ടിട്ടില്ല, ഫദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, ഫഅബ്അദഹുല്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരമാകട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനക്കും ആമീനിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥന, മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീനും. ഈ പ്രാർത്ഥന എങ്ങനെ തള്ളപ്പെടാനാണ്? അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടരുത്. നമ്മൾ ആ റമദാനിനെ പാപമോചനത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു വലിയ അവസരമായി നമ്മൾ അതിനെ കാണണം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വറദിമ അൻഫു റജുലിൻ, ഒരുത്തൻ അവൻ നശിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞു. ദഖല അലൈഹി റമദാൻ, റമദാനിൽ അവൻ പ്രവേശിച്ചു. സുമ്മൻസലഖ, ആ റമദാൻ അവനിൽ നിന്ന് ഊരിയെടുക്കപ്പെടുകയും ചെയ്തു. ഖബല അൻ യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പാപങ്ങൾ സംഭവിക്കാത്തവർ ആരുമില്ല. കുല്ലു ബനി ആദമ ഖതാഉൻ, ചെറിയ പാപങ്ങൾ, അബദ്ധങ്ങൾ, പോരായ്മകൾ ആർക്കും സംഭവിക്കാം. എന്നാൽ ആ പാപങ്ങൾ സംഭവിച്ചവരിൽ ഖൈറുൽ ഖത്തായി തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിക്കുന്നവരാണ് ഏറ്റവും നല്ലവരെന്നാണ്. റമദാനിലെ നോമ്പ് പറഞ്ഞെടുത്ത്, രാത്രി നമസ്കാരം പറഞ്ഞെടുത്ത്, അവിടെയെല്ലാം മഹത്തായ പുണ്യമായ റസൂൽ പഠിപ്പിച്ചത് പാപമോചനം ലഭിക്കുമെന്നാണ് പഠിപ്പിച്ചത്. 3 ഹദീസുകൾ ഒരേ കോർവയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 3 ഹദീസുകൾ. അവിടെയൊക്കെ റസൂൽ പറഞ്ഞതാണ്, മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചു ഈമാനോടെയും ഇഹ്തിസാബോടെയും പ്രതിഫലേച്ഛയോടുകൂടെയും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ ഖാമ റമദാന, ആരെങ്കിലും റമദാനിൽ രാത്രി നമസ്കരിച്ചു ഈമാനം വഹ്തിസാബൻ, ഈമാനോടെ യഥാർത്ഥ വിശ്വാസത്തോടെ, ശിർക്ക് കലരാത്ത വിശ്വാസത്തോടെ, വഹ്തിസാബൻ പ്രതിഫലേച്ഛയോടുകൂടിയും, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത് നേടിയെടുക്കേണ്ടത് പാപമോചനമാണ്. അതുകൊണ്ട് ഈ അവസരം മുതലെടുക്കാത്തവർക്കെതിരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീനും അതിന്റെ പരാമർശങ്ങളും ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, നരകമോചനം നോമ്പ് കൊണ്ട് നമ്മൾ ഉറപ്പിക്കേണ്ടത് പാരത്രിക ലോകത്തെ രക്ഷയാണ്. ഇതിനെല്ലാം വേണ്ടി ഒരുങ്ങണമെന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. നോമ്പുകാരൻ ഒരു നോമ്പെടുക്കുന്നതിലൂടെ, പ്രിയമുള്ളവരെ, ഒരു അമൽ നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അറിയുമ്പോഴാണ് അത് ഹൃദയത്തിൽ തൊട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അത് റമദാനിലെ നോമ്പ് മാത്രമല്ല, നമ്മൾ സുന്നത്ത് നോമ്പാകട്ടെ, ഏത് നോമ്പാകട്ടെ, ഒരു നോമ്പ് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഒരാൾ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അയാൾക്ക് അതിലൂടെ കിട്ടുന്നെന്താ? ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 2840 ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ, ഇബ്തിഗാ വജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അവന്റെ മുഖത്തെ അല്ലാഹു അകറ്റുന്നതാണ്. ഒരു നോമ്പ് കൊണ്ട് നമുക്ക് നരകത്തിൽ നിന്ന്, കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് 70 വർഷം അകലെ ഒരു നോമ്പിലൂടെ ഒരാൾ മാറ്റി നിർത്തപ്പെടുകയാണ്. എങ്ങനെ? അള്ളാന്റെ വജ്ഹായിരിക്കണം, അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലേച്ഛയോടുകൂടെ ആവണം നമ്മൾ ആ നന്മകൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസത്തെ നോമ്പ് നരകത്തെ 70 വർഷം വിദൂരമാക്കുമെങ്കിൽ 30 ദിവസത്തെ നോമ്പ് കൊണ്ട് എത്ര അകലത്തിലെത്താൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ. ഒരുപക്ഷെ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാവാം നമുക്ക്, റമദാനിന് മുന്നോടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ.
നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പരിചയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു പരിചയമാണ്. പരിചയം എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ ശത്രുവിന്റെ അക്രമങ്ങളെ തടുക്കാനുള്ളതാണ്. അതേപോലെ എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് തടഞ്ഞു നിർത്താനുള്ള ഒരു പരിചയമാണ്. റസൂലുള്ളാഹി പറയാണ്, അസ്സിയാമു ജുന്നത്തുൻ മിനന്നാർ. നിങ്ങളിൽ ഒരാൾക്ക് നിങ്ങളിൽ ഒരാൾക്ക് യുദ്ധത്തിലുള്ള പരിച പോലെ നോമ്പ് നരകത്തിൽ നിന്നുള്ള പരിചയമാണ് എന്ന്. അതേപോലെ മറ്റ് ഹദീസുകളിൽ കാണാം, അവന് ഹറാമായ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നോമ്പൊരു പരിചയമാണ് എന്ന് കാണാം. തിന്മകളും മ്ലേച്ഛതകളൊന്നും ചെയ്യാതെ സ്വീകാര്യമായ രൂപത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ നമുക്ക് നരകശിക്ഷ ഉറപ്പാണ് എന്നതാണ്. അതേപോലെ റമദാനിലെ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും. വലില്ലാഹി തഖാഉ മിനന്നാർ. നരകത്തിൽ നിന്ന് ആളുകളെ ഓരോ രാവിലും മോചിപ്പിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നാലാമത്തെ പോയിന്റ്, അല്ലാഹുവുമായുള്ള ഏറ്റവും നല്ല ബന്ധം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ പരിശുദ്ധ റമദാനിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നോമ്പിലൂടെ റബ്ബിലേക്കുള്ള അകലം കുറക്കാൻ സാധിക്കണം. നമ്മുടെ ഏറ്റവും അടുത്തവനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സമയങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ കണ്ടെത്തണം. നോമ്പ് നിർബന്ധമാക്കിയ ആയത്ത് പറഞ്ഞെടുത്ത് അല്ലെ 183 ആയത്താണ് നമ്മൾ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആയത്ത് പറഞ്ഞത്. സൂറത്തുൽ ബഖറയിലെ 183. അതിന്റെ 2 ആയത്തിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 186 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ പറ്റി എന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണെന്ന് പറയുക, ഞാൻ അവൻ ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറയുക. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഫല്ലസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു ഏറ്റവും അടുത്തവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവുമായി അടുക്കാൻ, നമ്മോടടുത്തവനായ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് അവനോട് പ്രാർത്ഥിക്കാനാണ്. തേടുന്നവന്റെ തേട്ടത്തിന് ഉത്തരമേകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കമാണ് എന്നാണ്. നാം തേടുന്നുണ്ടോ, ദുആ ചെയ്യുന്നുണ്ടോ എന്നതാണ് വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആകൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ രോഗികളായ ആളുകളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങളിൽ. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇവിടെ അല്ലാഹുവിലേക്കാണ് ദുആകൾ ഉയരേണ്ടത്. പലപ്പോഴും ആളുകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അവരുടെ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് ആളുകൾ അല്ലാഹുവല്ലാത്ത പടപ്പുകളിലേക്ക് പലപ്പോഴും പ്രാർത്ഥനകൾ വഴിമാറുന്നു. അല്ലാഹുവിലേക്ക് നമുക്ക് നേരിട്ടെടുക്കാൻ കഴിയില്ല. അതിനാൽ അവനിലേക്ക് അടുപ്പിക്കാൻ മധ്യവർത്തികളെ വെക്കണമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായമാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയോടും പ്രാർത്ഥിക്കുമ്പോൾ, അത്തരം അല്ലാഹുവിനെ വിട്ട് പടപ്പുകളോട് ദുആ ചെയ്യുമ്പോൾ അവര് പറഞ്ഞ ന്യായമാണ് സൂറത്ത് സുമർ 3, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ. അപ്പൊ അവര് പറഞ്ഞ ന്യായം അടുപ്പിക്കാനാണ് മധ്യവർത്തികൾ അവർ സ്വീകരിച്ചത്. സൂറത്ത് യൂനുസിൽ പറഞ്ഞത് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവല്ലാത്തവർക്ക് അല്ലാഹുവല്ലാത്തവരോട് ദുആയിരുന്നവർ പറഞ്ഞ രണ്ടാമത്തെ ന്യായം, അവർ നമുക്ക് ശുപാർശകരാണ് പരലോകത്ത്. യഥാർത്ഥത്തിൽ ഈ ന്യായങ്ങൾക്കെതിരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. ഇതേ ന്യായങ്ങൾ നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ പറയുന്നു. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ സാധുക്കളാണ്, ദോഷികളാണ്, പാപങ്ങളേറെ വന്നവരാണ്, മഹാന്മാരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാം. ലോകത്താദ്യം ശിർക്ക് കടന്നു വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിയുടെ ജനത വദ്ദിനെയും സുവായിനെയും യഗൂത്തിനെയും യഊഖിനെയും നസ്റിനെയും ആരാധിച്ചിരുന്നവർ. അവര് പറഞ്ഞ ന്യായം എന്താ? അവർ സ്വാലിഹീങ്ങളായിരുന്നു. ആദ്യ 10 തലമുറകളിൽ ശിർക്കില്ലായിരുന്നു. അവിടെ ആദ്യം ശിർക്ക് വന്നത് ഈ സ്വാലിഹീങ്ങളുടെ ഖബറുകളിൽ അവരൊരു അടയാളം വെച്ചു. അത് പിശാച് അവരെ ിലേക്ക് മെല്ലെ മെല്ലെ അവരെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. പിന്നീട് അവർ പറഞ്ഞത്, ഇവർ സ്വാലിഹീങ്ങളല്ലേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് വദ്ദിലൂടെ അല്ലാഹുവിലേക്ക് എത്താം, സുവായിലൂടെ അല്ലാഹുവിനോട് ചോദിക്കാം എന്ന ന്യായമാണ്, ഇടയാളന്മാരുടെ ന്യായമാണ് ഇവർ പറഞ്ഞത്. ഈ
ന്യായങ്ങൾക്കെതിരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്ന എന്താണ്? അള്ളാഹുവിലേക്ക് എടുക്കാൻ ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല എന്നാണ്, ഒരു ഇടയാളന്റെയും ആവശ്യമില്ല, ഒരു പ്രവാചകന്റെയും ഒരു മഹാന്മാരുടെയും ആവശ്യമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നാം കൃത്യമായി അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തു നിൽക്കുന്നവനാണ് ഞാൻ. സൂറത്തുൽ ഖാഫ് 16. അള്ളാഹു അത്ര അടുത്താണ്. ആ അടുത്ത അള്ളാഹുവിലേക്ക് എത്താൻ എന്തിനാണ് ഇടയാളന്മാർ നമുക്ക്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് ചോദിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ് എന്താ പറഞ്ഞത്? ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഉത്തരത്തിന് ഇജാബത്ത് പല രൂപത്തിലായിരിക്കും നമുക്കറിയാം. നമ്മൾ ചോദിച്ച ആ പ്രാർത്ഥനക്ക് രോഗം മാറാൻ ദുആ ചെയ്തു, രോഗം മാറി, അതൊരു ഉത്തരമാണ്. പക്ഷെ അത് മാത്രമല്ല ഉത്തരം. അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും. 3 രീതിയിൽ റസൂലുള്ളാ ഹദീസുകൾ വിശദീകരിച്ചു. അയാൾക്ക് വരാനിരിക്കുന്ന ഒരു ആപത്തിനെ തടയലായിരിക്കാം. ദുആയിന് പല നിലക്കും ഇജാബത്തുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ, അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ ദുആകൾ ഇറക്കാൻ നമുക്ക് ഈ പരിശുദ്ധ റമദാനിൽ സാധ്യമാകേണ്ടതുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞു. എല്ലായിടത്തും ഈമാൻ എണ്ണി പറഞ്ഞത് എന്തിനാ? ഈമാനില്ലെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് കാര്യമില്ല, രാത്രി നമസ്കാരം കൊണ്ട് കാര്യമില്ല, ഖുർആൻ എത്ര തവണ ഖത്തം തീർത്തിട്ടും കാര്യമില്ല. അയാളുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നാൽ ഒരു നന്മയും സ്വീകരിക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക. താങ്കൾക്ക് വഹീ നൽകി, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹീ നൽകി. എന്താണ് വഹീ? ലഇൻ അശ്റക്ത. താങ്കളെങ്ങാനും അല്ലാഹുവിൽ സമന്മാരെ, പങ്കാളികളെ നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് റമദാനിന്റെ മുന്നോടിയായി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാനിലേക്ക് കടക്കാനിരിക്കുമ്പോൾ റമദാനിലെ മുഴുവൻ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെടുത്തുന്ന ആ ശിർക്ക് ജീവിതത്തിന്റെ ഏതെങ്കിലും രംഗങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മളിലുണ്ടോ? നമ്മുടെ കൈത്തണ്ടയിൽ, പലരുടെയും കൈത്തണ്ടയിലും അരയിലും ഉറുക്കും ഏലസുകളും കെട്ടിയവരുണ്ട്. അതേപോലെ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണ് അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടുക? എങ്ങനെയാണ് അവരുടെ രാത്രി നമസ്കാരം സ്വീകരിക്കപ്പെടുക? എങ്ങനെയാണ് അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക? അതുകൊണ്ട് തന്നെ കറകളഞ്ഞ ഈമാനോടുകൂടെ നമുക്ക് റമദാനിലേക്ക് പ്രിയമുള്ളവരെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനോടാണ് തേടേണ്ടത്. നമ്മൾ വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ അമ്പിയാക്കൾ നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്മാരുണ്ട്. നമുക്കറിയില്ലേ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ രോഗം പ്രത്യേകമായ ശരീരത്തിൽ ഒരു വ്രണം പൊട്ടി ഒലിക്കാണ്. അദ്ദേഹത്തിന്റെ ശരീരം പഴുത്തു, അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിന്റെ കൂടെ അവസാനം ബാക്കിയുണ്ടായിരുന്നത് സ്വാലിഹത്തായ തന്റെ ഭാര്യ മാത്രം. വീട്ടുജോലികൾ ചെയ്ത് തന്റെ ഭർത്താവിനെ പൊന്നുപോലെ നോക്കിയ ഒരു സ്വാലിഹത്തായ ഭാര്യയെ വിശുദ്ധ ഖുർആനിലെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുഴുക്കൾ അരിച്ചിറങ്ങുമാറ്, വലിയ പുഴുക്കൾ ചെറിയ പുഴുക്കളെ തിന്നുമാറ് വടിയോരങ്ങളിൽ കിടക്കേണ്ടി വന്ന മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു ആളോടും അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടികളിലേക്കും അഭയം തേടിയില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നു, അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയദ്ദുർറ് വ അൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, എനിക്കിതാ ഒരു ദുർറ് ബാധിച്ചിരിക്കുന്നു, ഒരു ഉപദ്രവം ബാധിച്ചിരിക്കുന്നു. വ അൻത അർഹമുർ റാഹിമീൻ. നീ അർഹമുർ റാഹിമീനാണല്ലോ, കരുണ ചെയ്യുന്നവരിൽ കരുണാവാരിധിയാണല്ലോ എന്നാണ് അദ്ദേഹം തേടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആകൾ, നമ്മുടെ ഇബാദത്തുകളൊന്നും, നമ്മുടെ സുജൂദുകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ അതേപോലെയുള്ള തവക്കുലുകൾ, സത്യം ചെയ്യലുകൾ ഒന്നും അല്ലാഹുവല്ലാത്ത ഒരു പടപ്പിന്റെ മുമ്പിലും നമുക്ക് സമർപ്പിക്കാൻ പാടില്ല. അത് വലിയ ശിർക്കാണ്, ശിർക്കുൽ അക്ബറാണ്. അയാൾ നരകത്തിൽ ശാശ്വതനാകുന്ന പണിയാണ് ശിർക്ക്. അതുകൊണ്ട് തന്നെ ശിർക്ക് കലരാത്ത വിശ്വാസവുമായി നമുക്ക് ഈ പരിശുദ്ധ റമദാനിനെ സമീപിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് റമദാനിൽ ഏറ്റവും ഫലപ്രദമായി യഥാർത്ഥ ഈമാനോടുകൂടെ റമദാനിലെ ഈ പറഞ്ഞ തഖ്വയും പാപമോചനവും നരകമോചനവും ഒക്കെ അല്ലാഹുവുമായി കൂടുതൽ എടുക്കാനും ഒക്കെ നമുക്ക് ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം, പരിശുദ്ധ റമളാനിലേക്ക് ഒരു ആഴ്ച എന്ന് പറയുവാൻ അത്ര കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ സമയത്ത് നമ്മുടെ മനസ്സുകളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ ഈ കണ്ണൂര് അങ്ങാടിയിൽ, ഈ ടൗണിൽ ഏറ്റവും വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ആള് പോലും നന്നായിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ നന്നാകണമെന്ന് ഏതൊരു മനുഷ്യന്റെയും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകും. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് നന്നാകണം, ഒന്ന് പള്ളിയിലൊക്കെ വന്ന് അള്ളാഹുവിലേക്ക് അടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും. മനസ്സിന്റെ ഒരു തേട്ടം അങ്ങനെയാണ്. എന്നാൽ അതിന് റമദാൻ ഏറ്റവും നല്ല ഒരു അവസരമാണ്. യഥാർത്ഥത്തിൽ പാപങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരാളുടെ ജീവിതം വിമലീകരിച്ച് മുന്നോട്ട് പോകാൻ, ഭാവി അയാളുടെ ബാക്കിയുള്ള ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സന്ദർഭം കൂടിയാണ് റമദാൻ. എന്നാൽ പലപ്പോഴും കുറെ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. സൽക്കർമ്മങ്ങളൊക്കെ കുറെ ഖുർആൻ ഓതണം, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ അതിനുള്ള തൗഫീഖ് നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. തൗഫീഖ് വേണം. നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ പലപ്പോഴും നമുക്ക് ആ സന്ദർഭത്തിലെത്തുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന, തൗഫീഖിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഈ ഇബാദത്തുകളൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാൻ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ഹദീസുകളിൽ കാണുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് പ്രവാചകൻ മുആദിനെ ചേർത്ത് പിടിച്ച് യാ മുആദേ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, മുആദേ ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഒരു വസിയത്ത് കൊടുക്കുകയാണ്. ഊസീക യാ മുആദ്, മുആദേ ഞാൻ താങ്കൾക്ക് ഒരു വസിയത്ത് നൽകുകയാണ്, ഒരു ഉപദേശം നൽകുകയാണ്. എന്താണ് ആ ഉപദേശം? ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ, എല്ലാ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും നീ ഇത് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഈ പ്രാർത്ഥനയെ ഒഴിവാക്കരുത്. ഈ പ്രാർത്ഥന നീ എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും നീ ഇത് പ്രാർത്ഥിക്കണം, നീ ഒരിക്കലും ഇത് ഒഴിവാക്കരുത്. എന്നിട്ട് പ്രവാചകൻ ആ ഒരു കൊച്ചു പ്രാർത്ഥന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമുക്കൊക്കെ അറിയുന്ന ദുആയാണ്, നമ്മൾ ഹൃദയത്തിൽ തട്ടി, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിലേക്ക് കടക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, എന്നെ സഹായിക്കണമേ എന്നാണ്. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, നിനക്ക് ദിക്ർ എടുക്കാൻ. ദിക്ർ എന്ന് പറയുമ്പോൾ ഖൽബ് കൊണ്ട് ദിക്റുണ്ട്, ശരീരം കൊണ്ട് ദിക്റുണ്ട്, അല്ലേ? നമ്മുടെ മനസ്സുകൊണ്ട് ദിക്റുണ്ട്, ഒക്കെ ദിക്റുകളുണ്ട്. നമ്മൾ ചൊല്ലുന്ന അദ്കാറുകൾ, നമ്മുടെ ഇബാദത്തുകൾ, അഖിമിസ്സലാത്ത ലിദിക്രി, നിസ്കാരം ഒരു ദിക്റാണ്, ഇബാദത്തുകളൊക്കെ ദിക്റുകളാണ്. അപ്പോൾ നിനക്ക് ദിക്ർ എടുക്കാൻ അല്ലാഹു എന്നെ സഹായിക്കണം. ഒന്ന് വശുക്രിക, മൂന്ന് കാര്യമാണ് ഇതിന് ചോദിക്കുന്നത്. വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ പടച്ചോനെ നീ എന്നെ സഹായിക്കണം. അള്ളാഹ്ക്ക് നന്ദി കാണിക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ അതിന് അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കണം. അള്ളാഹുവേ നിനക്ക് ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? വഹുസ്നി ഇബാദതിക, അവിടെ ഇബാദത്ത് ചെയ്യാൻ എന്നല്ല പറഞ്ഞത്, അവിടെയാണ് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ, ഏറ്റവും നല്ല ഇബാദത്തുകൾ, അഹ്സനായ ഇബാദത്തുകൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ, എന്നെ സഹായിക്കണേ, അല്ലെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാ പ്രവർത്തനവും അഹ്സനായിക്കൊള്ളണമെന്നില്ല. അഹ്സനാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ ഇഖ്ലാസോടെ ചെയ്യണം, ശിർക്ക് വരരുത്, റിയാ ഉണ്ടാകരുത്, വളരെ ആത്മാർത്ഥമായി അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം, ഇത്തിബാ ഉണ്ടായിരിക്കണം. പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു അമലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ
അത് നല്ല ആത്മാർത്ഥതൊക്കെ ഉണ്ട്, പക്ഷേ പ്രമാണങ്ങളിൽ എവിടെയും അങ്ങനെ ഒരു ഇബാദത്തില്ല, അത് അഹ്സനാകൂല. എന്നാൽ പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണ്, പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് അറിയട്ടെ, കാണട്ടെ, അവന്റെ ഒന്ന് പ്രശംസ നമ്മൾ ആഗ്രഹിക്കാണ്, റിയാഗ് കടന്നു വന്നു, അപ്പോഴും അത് അഹ്സനാകുന്നില്ല. എവിടെയെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ അത് അഹ്സനാവാതെ പോവുകയാണ്. അപ്പോൾ അഹ്സനായ നന്മകൾ, ഇബാദത്തുകൾക്ക് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പൊ എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഹൃദയത്തിൽ തട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക, നിനക്ക് ദിക്റെടുക്കാൻ, നിനക്ക് ദിക്ർ ചൊല്ലാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, നിനക്ക് ഏറ്റവും നല്ല അഹ്സനായ ഇബാദത്തുകൾ ചെയ്യാൻ, ആരാധനകൾ നിർവഹിക്കാൻ എന്നെ സഹായിക്കണേ എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ റമദാനിലേക്ക് കടക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തിനും നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തൗഫീഖ് നമുക്ക് ആവശ്യമാണ്. ഇബാദത്ത് ചെയ്യാൻ ആഫിയത്ത് വേണം നമുക്ക്, അല്ലെ, ആരോഗ്യം വേണം നമുക്ക്. അതേപോലെ തന്നെ ആ നിലക്കുള്ള ഒരു ഖൈറും ബറക്കത്തും നമ്മുടെ സമയങ്ങളിൽ വേണം. അതിനെല്ലാം വേണ്ടി നമ്മൾ ഈ 3 കാര്യങ്ങൾ, വളരെ ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന, മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി കേൾക്കുക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ നിലക്ക് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോവുക. റമദാനിലെ ഓരോ സമയങ്ങളെയും ഏറ്റവും ഫലപ്രദമായി നന്മകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ട്രോക്ക് വന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെ പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ നമ്മുടെ കുടുംബങ്ങളിലും സുഹൃത്തു വലയങ്ങളിലും ഒക്കെ ഉണ്ട്. അല്ലാഹുവിനെ എല്ലാവർക്കും അവരുടെ രോഗം ശിഫയാക്കി ആഫിയത്തോടെ തിരിച്ചു വരാൻ അവർക്ക് തൗഫീഖ് നൽകണമേ. നമ്മുടെ സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹം ചെറിയ ഒരു സ്ട്രോക്ക് വന്നു, അദ്ദേഹം രോഗാവസ്ഥയിലാണ്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, അല്ലാഹുവേ, നീ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, അല്ലാഹുവേ, നീ അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹുവേ, നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نسالك الجنه. اللهم انا نسالك الجنه. اللهم انا نسالك الجنه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين آمين برحمتك يا